ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹസ്ലൈഫിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നാവും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അടിപൊളി പാടമുണ്ട്. അപ്പോൾ പാടത്ത് പോയി ആമ്പൽ പൊട്ടിക്കാന്നൊക്കെ വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നടക്കാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ഒരുപാട് ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോറടിക്കുമല്ലോ. അപ്പോൾ പാടത്ത് പോയപ്പോൾ നമുക്ക് ആമ്പലൊന്നും കിട്ടിയില്ല. അവിടെ കൃഷി ഇറക്കിയ കാരണം പാടം മൊത്തം പച്ച പട്ട് വിരിച്ച പോലെയാണ് കിടക്കുന്നത്. അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. കാരണം എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് വെറുതെ ആയില്ല. നമ്മൾ പാടത്ത് പോയി നെല്ല് അല്ലെങ്കിൽ കൃഷിയൊക്കെ അത്ര അടുത്ത് കാണുന്നത് ആദ്യമായാണ്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പാടത്തേക്കൊന്നും പോവാറില്ല. അപ്പോൾ ഇത് പാടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ പാടാണ് കേട്ടോ, അത് പരന്ന് കിടക്കുന്നൊരു പാടാണ്. അപ്പോൾ നടുക്ക് റോഡുകൾ ഉണ്ട്. അപ്പോൾ പാടത്തേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ഇതാണ് പാടത്തിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ. നല്ല ഭംഗിയില്ലേ കാണാൻ, പച്ചപ്പട്ട് വരിച്ചിട്ട പോലെ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ആമ്പലൊന്നും കിട്ടിയില്ല കൃഷി ഇറക്കിയ കാരണം. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു സാധനം കിട്ടി, കുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ചാവക്കാടാണ്. നമ്മളിവിടെ വീട് വാങ്ങി മാറിയതാണ് കുന്നോളത്തേക്ക്. അപ്പോൾ നമ്മൾ ചാവക്കാട് നിന്ന് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തോടൊക്കെ നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് ഞൗഞ്ഞി നിറഞ്ഞ് കിടക്കുന്നത്. കണ്ടില്ലേ ഞൗഞ്ഞിയൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ പറക്കി ആമ്പൽ പൊട്ടിക്കാൻ കൊണ്ടുപോയ കവറിൽ ഞൗഞ്ഞി പറക്കിയിട്ടു. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് കിട്ടി. ഇതേ ഒരു വലിയ പാത്രം നിറയെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മളൊരു 5-8 പ്രാവശ്യം കഴുകി വെച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ എടുത്തത്. രാവിലെ എടുത്ത് കഴുകി 5-8 പ്രാവശ്യം കഴുകി. ഇതേ ഇപ്പോൾ കുക്ക് ചെയ്യാൻ എടുത്തപ്പോഴും 5-8 പ്രാവശ്യം കഴുകി. ഇത് എന്നിട്ട് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു 80% വെന്ത് കിട്ടണം നമുക്ക്. അപ്പോൾ അതേ കക്കയുടെ ഈ ഷെല്ലിനൊക്കെ തുറന്ന് വന്നാലാണ് ഈ ഇറച്ചി നമുക്ക് ഈസിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ നന്നായി വെന്ത് ഷെല്ലൊക്കെ തുറന്ന് ഇറച്ചിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അത് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മളിത് പച്ചവെള്ളത്തിലേക്ക് ഇത് ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇറച്ചി ആ തൊണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ വലിയൊരു സ്ക്യൂറോ അങ്ങനെ എടുത്തിട്ട് കുത്തി എടുക്കുകയാണ് വേണ്ടത്. എന്നാൽ അത് മുഴുവൻ ഭാഗം നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കില്ല. അപ്പോൾ അതിലെ കട്ടിയായ അതിൻ്റെ വായ ഭാഗം മാത്രമാണ് എടുക്കുകയുള്ളൂ. ബാക്കിയുള്ള ഭാഗം നമ്മൾ കളയുകയാണ് ചെയ്യുക. അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറച്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വലിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞു. എന്നിട്ടും 5-8 പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ നമ്മൾ കഴുകേണ്ടി വന്നിട്ടുണ്ട്. നന്നായി കഴുകണം. കുക്ക് ചെയ്യാൻ ഈസി ആണെങ്കിലും കഴുകുന്നത് പരിപാടി കുറച്ച് കൂടുതൽ വേണം. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 3 സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുകയാണ്. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിലേക്ക് 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അതിലേക്ക് 3 പച്ചമുളക് കൂടി നടുകൂറി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് കിനിഞ്ഞ് വരണം. അപ്പം അധികം എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല. എന്നിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ തീ കുറച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ മസാലകളൊക്കെ അതിലേക്ക് അലിയിച്ച് ചേർക്കുക. മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്കതിലേക്ക് ഇറച്ചി ചേർക്കാം. ഇത് നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇറച്ചി ചേർക്കാം. അപ്പോൾ ഇറച്ചി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മസാല നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് മൂടി വയ്ക്കാം. 80% വെന്തിട്ടുള്ളൂ. ഇനിയും വേവാനുണ്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തുറന്നിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നാളികേരക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇനി ചേർക്കണമെന്നില്ല, ഓപ്ഷനിലാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൽ ഇടുന്ന ഇറച്ചിയിൽ ഇടുന്ന നാളികേരക്കൊത്തിന് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് പെരുംജീരകപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഡ്രൈ ആയി നമുക്കിത് വറ്റിച്ചെടുക്കണം. നല്ല ഒന്നിൻ്റെ മുകളിൽ ഒന്നും തൊടാത്ത രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വേണമെങ്കിൽ തീ കുറച്ചിടാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിപിടിക്കൊന്നുമില്ല. അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമ്മുടെ ഗ്രാമങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചാവക്കാട് നിന്ന് കുന്നോളത്തേക്ക് വന്നതിന് ശേഷം ഈ ഞവനിയൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കളൊക്കെ നാടൻ ഫുഡും കൂടി കഴിച്ച് വളരട്ടേമേ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ക്ലീൻ ചെയ്തെടുക്കുന്നത് നന്നായി ക്ലീൻ ചെയ്യണം. അതിലൊരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്, ഇല്ലെങ്കിൽ വയറിലൊക്കെ പ്രശ്നങ്ങൾ വന്ന് പെടും. കാരണം ഇത് ഫ്രഷ് വാട്ടറിൽ വളരുന്നൊരു സാധനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് നന്നായി നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞവനി എന്നാണോ നിങ്ങളും പറയാറ്? ഞവനി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.